കൃപയൊഴുകും നേരം ഈ പുലർക്കാലം, മനസ്സുണരും കാലം ഈ പുലർക്കാലം. ദൈവമേ നിന്നെ വാഴ്ത്തിപ്പാടാൻ കൃപയേകണമേ, കരുത്തേകണമേ, ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രഭാത വിചാരം, പ്രഭാതവചനം, ശാന്തിയായി സൗഭാഗ്യമായി ഞങ്ങളിൽ നിറയാൻ യേശുവേ നീ തുണയേകണമേ. കൃപയൊഴുകും നേരം ഈ പുലർക്കാലം, മനസ്സുണരും കാലം ഈ പുലർക്കാലം. ദൈവമേ നിന്നെ വാഴ്ത്തിപ്പാടാൻ കൃപയേ. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. കൃപയൊഴുകും നേരം ഈ പുലർക്കാലം, മനസ്സുണരും കാലം ഈ പുലർക്കാലം. ദൈവമേ നിന്നെ വാഴ്ത്തിപ്പാടാൻ കൃപയേകണമേ, കരുത്തേകണമേ, ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രഭാത വിചാരം, പ്രഭാതവചനം, ശാന്തിയായി സൗഭാഗ്യമായി ഞങ്ങളിൽ നിറയാൻ യേശുവേ നീ തുണയേകണമേ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പരമപ്രധാനമായ കടമ എന്ന് പറയുന്നത് ദൈവ തിരുസന്നിധിയിൽ ഒരു ശുശ്രൂഷ മാതൃകയായിരിക്കുക എന്നുള്ളതാണ്. ഒരു ശുശ്രൂഷ ജീവിതമാണ് ഇഹലോകത്തിൽ ഒരു ക്രിസ്ത്യാനി നിറവേറ്റേണ്ടതെന്നാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പ്യ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ കൂട്ടായ്മയിൽ നാം എല്ലാവരും പരസ്പരം സഹോദരന്മാരാണെന്നാണ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക. ഒരു ബ്രദർഹുഡ് ആചരിക്കുവാൻ നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിളിയും നമ്മുടെ നിയോഗവും നമ്മുടെ സാക്ഷ്യവും സഹോദരത്വത്തെ വളർത്തുക എന്നുള്ളതിലാണ്, സാഹോദര്യം ആചരിക്കുക എന്നുള്ളതിലാണ്. ക്രിസ്തുവിന്റെ കാലത്ത് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, ഞാൻ ഇനി നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ മനോഭാവം നിർവഹിക്കുമ്പോൾ നാം അന്യോന്യം സഹോദരന്മാരാണെന്ന് തിരിച്ചറിയുക. ഫിലിപ്പ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ദൂതന്മാരാണ്. സത്യസുവിശേഷം ലോകമൊക്കെയിലും പ്രചരിപ്പിക്കാനുള്ള മാധ്യമങ്ങളായി, ദൂതന്മാരായി അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും കാണുകയാണ്. ഫിലിപ്പ്യ സഭയോടാണ് പറയുന്നതെങ്കിലും ഈ കാലങ്ങളിൽ നമ്മെ സുവിശേഷത്തിന്റെ ദൂതന്മാരാക്കി അപ്പോസ്തലനായ പൗലോസ്ലീഹ ചിത്രീകരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് സുവിശേഷത്തിന്റെ ദൂതന്മാരായിരിക്കുക, സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരുന്ന വാഹകരായിരിക്കുക, മാധ്യമങ്ങളായിരിക്കുക, ദൂതന്മാരായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഫിലിപ്പ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഓരോരുത്തരും വേലക്കാരാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ വേലക്കാരാണെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം യജമാനന്മാരാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് നമ്മുടെ സുവിശേഷീകരണവും സുവിശേഷ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോവുക. അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള വടംവലി, മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്നുള്ള തോന്നൽ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നു. ദൈവകൃപ ചോർന്നു പോകാൻ ഇങ്ങനെയുള്ള ചിന്തകൾ കാരണമായിട്ട് തീരാറുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ യജമാനന്മാരായിട്ടല്ല ശുശ്രൂഷിക്കേണ്ടത്, മറിച്ച് വേലക്കാരായിട്ടാണ്. അതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവാണ്. കർത്താവ് തന്റെ പരിശുശ്രൂഷ കാലത്ത് ഇപ്രകാരം തിരുവായി പൊഴിഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനായിട്ടല്ല വന്നത്,
ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി സ്വന്തം പ്രാണനെ നൽകുവാനുമായിട്ടത്രേ എത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനികളായി നാം ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ അനുകാരികളായി ഉത്തമ മാതൃകകളായി നാം ജീവിക്കുമ്പോൾ, സുവിശേഷത്തിന് യോഗ്യമായ വിധത്തിൽ മാതൃക സഹോദരന്മാരും വേലക്കാരും സുവിശേഷത്തിന്റെ ദൂതന്മാരുമായി വർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മാവിൻ ശ്രീകോവിൽ അണയുന്നിതാ, ആത്മസ്വരൂപനെ യേശുനാഥ. ആഴിയും മൂഴിയും നിർമ്മിച്ചവൻ നീ, ആത്മനാഥനെ കനിയേണമേ, ആത്മനാഥനെ കരുത്തേകണമേ. മരുഭൂമിയിലൊരു മഴത്തുള്ളിയായെത്തുന്ന സ്നേഹമാം ദൈവമേ നീ, ഉണങ്ങി വരണ്ടാലും ഉഷ്ണക്കാറ്റേറ്റാലും ഉടയാതെന്നെ കരുതുന്നു.